നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UKയുടെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് ജനുവരിയിൽ 3% കുറഞ്ഞു വന്ന ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്. ഡിസംബർ 3.4% നിരക്കായിരുന്നു. പണപ്പെരുപ്പം 2% നിലനിർത്തുകയെന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യത്തേക്ക് മുകളിലാണിത്. പെട്രോൾ വില, മാംസം, ബ്രെഡ്, ധാന്യവർഗ്ഗങ്ങൾ എന്നിവയുടെ വിലയിടവാണ് നിരക്ക് താഴ്വാൻ പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പണപ്പെരുപ്പം കുറയുന്നത് സർക്കാരിന്റെ ബജറ്റ് തീരുമാനങ്ങളുടെ ഫലമാണെന്ന് ചാൻസലർ റേച്ചൽ റീസും വ്യക്തമാക്കി. ജീവിത ചെലവ് കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന പരിഗണനയെന്ന് KF സ്റ്റാമർ പ്രതികരിച്ചു. എന്നാൽ ലേബർ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളാണ് കുടുംബങ്ങളെ ബാധിച്ചതെന്ന് പ്രതിപക്ഷ ധനകാര്യ വക്താവ് മെൽ സ്ട്രൈഡ് വിമർശിച്ചു. ചാഗോസ് ദ്വീപുകൾ മൌറീഷ്യസിനെ കൈമാറുവാനുള്ള ബ്രിട്ടന്റെ പദ്ധതിയെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഈ ഭൂമി UKയിൽ നിന്ന് എടുത്തു കളയരുതെന്നും അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ മഹത്തായ സഖ്യകക്ഷിക്ക് ഒരു കളങ്കമായിരിക്കുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. എന്നാൽ ചൊവ്വാഴ്ച ലണ്ടന്റെ പദ്ധതിക്ക് വാഷിംഗ്ടൺ ഔദ്യോഗിക പിന്തുണ നൽകിയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശത്തിന്റെ സ്വാധീനം മൌറീഷ്യസിനെ കൈമാറുന്നതിനുള്ള കരാറിനാണ് അമേരിക്ക അനുകൂല നിലപാട് അറിയിച്ചിരുന്നത്. ചാഗോസ് ദ്വീപുകളുമായി ബന്ധപ്പെട്ട കരാർ UKയുടെയും പ്രധാന സഖ്യരാഷ്ട്രങ്ങളുടെയും സുരക്ഷയ്ക്കും ബ്രിട്ടീഷ് ജനങ്ങളുടെ സുരക്ഷയ്ക്കും നിർണായകമാണ്. ഈ സുപ്രധാന സൈനിക താവളത്തിന്റെ ദീർഘകാല ഭാവി ഉറപ്പാക്കുവാനുള്ള ഏക മാർഗമാണ് ഈ കരാറെന്ന് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി ഫോറിൻ ഓഫീസ് അറിയിച്ചു. ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാർഷിയ UKയും അമേരിക്കയും സംയുക്തമായി ഉപയോഗിക്കുന്ന സൈനിക താവളമാണ്. കഴിഞ്ഞ മെയിൽ പ്രഖ്യാപിച്ച കരാർ പ്രകാരം UK ഡീഗോ ഗാർഷിയ 99 വർഷത്തേക്ക് വീണ്ടും ലീസ് അടിസ്ഥാനത്തിൽ കൈവശം വയ്ക്കും. അടുത്ത ആഴ്ച അമേരിക്കയും മൌറീഷ്യസും തമ്മിൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ പുതിയ പ്രതികരണം പുറത്തുവരുന്നത്. ലണ്ടനിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി BBCയുടെ അന്വേഷണ റിപ്പോർട്ട്. 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളെ മയക്കുമരുന്ന് സംഘങ്ങൾ ലൈംഗിക ചൂഷണത്തിനായി ഉപയോഗിക്കുന്നതായാണ് കണ്ടെത്തൽ. ഗ്യാങ്ങുകൾ നിയന്ത്രിച്ചിരുന്ന മയക്കുമരുന്ന് കടബാധ്യതകൾ തീർക്കുവാൻ പണം എന്ന നിലയിൽ പല പുരുഷന്മാരാൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതായി അന്വേഷണത്തിനിടെ ചില പെൺകുട്ടികൾ വെളിപ്പെടുത്തി. ചിലരെ പ്രത്യേകിച്ച് ലൈംഗിക ചൂഷണത്തിനായി തന്നെ ഗ്രൂമിംഗ് ചെയ്തതായും അവർ പറഞ്ഞു. നിരവധി ആഴ്ചകളായി ലണ്ടനിൽ നടത്തിയ അന്വേഷണത്തിൽ ഗ്യാങ് അതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട 5 സ്ത്രീകൾ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകളുമായി സംസാരിച്ചാണ് തെളിവുകൾ BBC ശേഖരിച്ചിട്ടുള്ളത്. പെൺകുട്ടികളെ മയക്കുമരുന്ന് വിൽപ്പന, ആയുധയിടപാട്, മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലേക്ക് ആകർഷിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ ഇത്തരം ഗ്യാങ്ങുകളെക്കുറിച്ചുള്ള പൊതുചർച്ചകൾ കൂടുതലായും ഇംഗ്ലണ്ടിന്റെ നോർത്ത് മേഖലകളിലായിരുന്നു. കഴിഞ്ഞ വർഷം സർക്കാർ നിയോഗിച്ച റിപ്പോർട്ടിൽ ഗ്രേറ്റ് മാഞ്ചസ്റ്റർ, സൌത്ത് യോർക്ക്ഷയർ, വെസ്റ്റ് യോർക്ക്ഷയർ എന്നീ 3 പ്രദേശങ്ങളിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ബാലലൈംഗിക ചൂഷണ കേസുകളിൽ ഏഷ്യൻ വംശജനായ പുരുഷന്മാരുടെ അനുപാതം കൂടുതലാണെന്ന് തെളിവുകളും ഉണ്ടായിരുന്നു. എന്നാൽ ലണ്ടനിലെ ഈ സാഹചര്യം കൂടുതൽ സങ്കീർണമാണ് എന്നാണ് BBC അന്വേഷണം വ്യക്തമാക്കുന്നത്. വെളുത്ത വർഗ്ഗക്കാരടക്കം വിവിധ വംശ പശ്ചാത്തലത്തിലുള്ള ഗ്യാങ്ങുകൾ തലസ്ഥാനത്ത് വ്യാപകമായി പ്രവർത്തിക്കുന്നതും യുവതികളെ പതിവായി ചൂഷണം ചെയ്തതുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മെഡിക്കൽ അശ്രദ്ധ മൂലം പരിക്കേറ്റ കുട്ടികൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട് നിർണായക വിധി പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. അശ്രദ്ധ മൂലം പരിക്കേറ്റ കുട്ടികൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കണമെന്നാണ് വിധി സൂചിപ്പിക്കുന്നത്. ഇതുവരെ ജോലി ചെയ്യാനാകാതെ പോയതിനെ തുടർന്നുള്ള വരുമാന നഷ്ടത്തിന് കുട്ടികൾക്ക് അവരുടെ പ്രതീക്ഷിക്കപ്പെടുന്ന ആയുസ് വരെയുള്ള നഷ്ടപരിഹാരം അനുവദിക്കണം. ഈ വിധി നാഷണൽ ഹെൽത്ത് സർവീസിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ NHSന്റെ ക്ലിനിക്കൽ അശ്രദ്ധ കേസുകളിലെ ബാധ്യത ഏകദേശം 60 ബില്യൺ പൗണ്ടാണ്. ഇതിൽ 2/3 ഭാഗവും മാതൃത്വവുമായി ബന്ധപ്പെട്ട പരിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 2015 ഷെഫീൽഡ് ടീച്ചിംഗ് ഹോസ്പിറ്റൽ NHS ഫൌണ്ടേഷൻ ട്രസ്റ്റിൽ ജനിച്ച കുട്ടിയുടെ കേസിലെ വിധി പറയുമ്പോഴാണ് ജഡ്ജി ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത്. നോർത്ത് ഹാംപ്ടണിലെ സ്കേറ്റ് പാർക്കിൽ കുത്തേറ്റ ഒരാൾ കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ മറ്റു കൈമാരക്കാരൻ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ബുധനാഴ്ച ബ്രയർ ഹിൽ ഏരിയയിലെ റിംഗ്വേയിലെ സ്കേറ്റ് പാർക്കിൽ 2 പേർക്ക് കുത്തേറ്റതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് അടിയന്തര സേവന സംഘങ്ങൾ സ്ഥലത്തെത്തി പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ഒരാളെ രക്ഷിക്കുവാനായില്ല. തർക്കത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. നോർത്താംപ്ഷയർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്താംപ്ടൺ സ്വദേശികളായ 2 കൌമാരക്കാരും 1 പുരുഷനും 1 സ്ത്രീയുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്.
ട്വന്റി ലോകകപ്പിൽ ഇന്നലെ നെതർലാൻഡ്സിനെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. അവസാന ഗ്രൂപ്പ് മത്സരത്തിലും വിജയിച്ച ഇന്ത്യ സൂപ്പർ 8ലേക്ക് ഇതോടെ കടന്നു. അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ആദ്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് ഇന്ത്യ ഉയർത്തിയ 194 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ നെതർലാൻഡ്സിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് മാത്രമേ നേടുവാനായുള്ളൂ. 17 റൺസിനാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 3 വിക്കറ്റുകൾ വീഴ്ത്തി. ടോക്കിയോ ബാഡ്മിന്റൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർമീഡിയറ്റ് ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 15 രാവിലെ 9 മണി മുതൽ ടോക്കിയോയിലെ അക്രോൺ സ്പോർട്സ് സെന്ററിലാണ് മത്സരം നടക്കുക. പ്ലാസ്റ്റിക് ഷട്ടിൽ കോക്ക് ഉപയോഗിച്ചാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ടൂർണമെന്റിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ഒന്നാം സമ്മാനം 500 പൌണ്ടും രണ്ടാം സമ്മാനം 300 പൌണ്ടുമാണ്. മൂന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് 200 പൌണ്ടും ലഭിക്കും. കൂടാതെ ടൂർണമെന്റിലെ മികച്ച താരത്തിന് 150 പൌണ്ട് മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരമായി നൽകും. ഒരു ടീമിന് 45 പൌണ്ടാണ് രജിസ്ട്രേഷൻ ഫീസായി ഈടാക്കുന്നത്. ശബരിമല കൊടിമരക്കൊള്ളയിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കി വിജിലൻസ്. കൂടുതൽ പേരിൽ നിന്നും മൊഴിയെടുപ്പ് നടത്തിയ വിജിലൻസ് തെളിവുകളും ശേഖരിച്ചു. കൊടിമരം നിർമ്മിച്ച അനന്തനാചാരിയിൽ നിന്നാണ് വിജിലൻസ് പ്രധാനമായും മൊഴിയെടുത്തത്. ചെമ്പ് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തതെന്ന് അനന്തനാചാരി മൊഴി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ഇന്നു മുതൽ കടുത്ത പ്രതിസന്ധിയിലാകും. അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരത്തിനൊപ്പം ഇന്നു മുതൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ KGMCTA ധർണ ഇന്ന് നടക്കും. സീനിയർ ഡോക്ടർമാർക്ക് പിന്തുണയുമായി PG വിദ്യാർത്ഥികളും പണിമുടക്കും. കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിൽ ജില്ലാ ഫയർ ഓഫീസറുടെ റിപ്പോർട്ട്. കെട്ടിടത്തിൽ വസ്ത്രങ്ങളെല്ലാം കുത്തിനിറച്ച നിലയിൽ ആയിരുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. ഗോഡൌണിലാണ് വസ്ത്രങ്ങൾ നിറച്ചിരുന്നത്. ഇതാണ് അഗ്നിസുരക്ഷാ സംവിധാനം പ്രവർത്തിച്ചിട്ടും തീയണയാതിരുന്നതെന്നും ജില്ലാ ഫയർ ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കാരണം കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. കെട്ടിടത്തിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെന്നും കൂടുതൽ സ്റ്റോക്ക് സംഭരിച്ചതാണ് തീപിടുത്തത്തിന്റെ ആഘാതം കൂട്ടിയതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശമുയർത്തി വിശ്വാസികൾ പുണ്യമാസത്തിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ റംദാൻ വ്രതാരംഭം. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. നോമ്പുതുറകളെ വരവേൽക്കാൻ വിപണിയും സജീവമായി കഴിഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.